MECയുടെ തിയറി ഹെൻറി, the undisputed sprinter who runs miles ahead of the other ഊച്ചാളീസ്, and he is undoubtedly the best athlete MEC has ever seen. ഇവൻ ശ്വസിക്കുന്നതും ഭക്ഷിക്കുന്നതും ഊശിവിടുന്നതും ഫുട്ബോളും അവനും തമ്മിൽ വർഷങ്ങളുടെ ബന്ധമാണുള്ളത്. ഫസ്റ്റ് ഇയറിൽ വെള്ളമടി പാപമാണെന്ന് കരുതുകയും വെള്ളമടിക്കുന്നവരെ കണ്ടാൽ അമ്പലത്തിൽ പോയി ശുദ്ധി കലശം നടത്തുകയും ചെയ്തിരുന്നവൻ പയ്യൻ. അത് അന്തക്കാലം. OABക്ക് പകരം മൂല വെട്ടി അടിച്ചവൻ പയ്യൻ. OCRന് പകരം ശിവാസ് ചോദിച്ചവൻ പയ്യൻ. വെള്ളമടിക്കാതെ ടച്ചിങ്സ് നടത്തിയവൻ പയ്യൻ. കള്ള് ഇളനീരാണെന്ന് കരുതി അടിച്ചവൻ പയ്യൻ. ഗുരുദക്ഷിണ ചോദിച്ചപ്പോൾ പയ്യത്തരത്തിലൂടെ ഗുരു ഷമീറിന് പണി കൊടുത്തവൻ പയ്യൻ. 100 മീറ്റർ ഓട്ടത്തിലൂടെ ബയോമെഡിക്കൽ പെൺകുട്ടികളുടെ ലഹരിയായി മാറിയ പയ്യൻ. അങ്ങനെ എന്തൊക്കെ വിശേഷണങ്ങൾ ഇനിയും ഏറെ ഉണ്ടെങ്കിലും പയ്യൻ എന്ന പേര് MEC ഒരിക്കലും മറക്കില്ല. അതെ, ഇവൻ ഓൾഡ് ബട്ട് കോൾഡ് ബ്ലഡഡ് സുരേഷ് പയ്യന്നൂർ. MAJയിൽ പനിയാണെന്ന് പറഞ്ഞു ചെന്നപ്പോൾ നേഴ്സ് അവനോട് ചോദിച്ചു, കടമ്പ്രയിൽ മുന്തിരി മണത്തപ്പോൾ കിണ്ടിയായവൻ ഇവൻ. ഒടുവിൽ ശക്തിമരുന്ന് കഴിച്ചപ്പോഴാണ് ബോധം തിരിച്ചു കിട്ടിയത്. ആദ്യത്തെ പെഗ് തട്ടിമാറ്റുകയും 1-2 പെഗ് ആവുമ്പോൾ ഒഴിക്കടാ ഡാഷ് മോനെ എന്ന് പറയുകയും ചെയ്യുന്നവൻ. വഴിയെ പോകുന്ന വയ്യാവയിലെടുത്ത് തോളത്ത് വെക്കുകയും പിന്നീട് ടെൻഷൻ അടിച്ച് മറ്റുള്ളവരെ മുഷിപ്പിക്കുകയും ചെയ്യുന്നവൻ ഇവൻ. ഒരു ദിവസം ടെൻഷൻ അടിക്കാൻ കാര്യം കിട്ടിയില്ലെങ്കിൽ അതാലോചിച്ച് ടെൻഷൻ ആവുന്നതാണ് ഇവന്റെ ഹോബി. ടു ബി എക്സാക്ട്, മാനത്തൂടെ പോകുന്ന ബുള്ളറ്റിനെ കോണി വെച്ച് കയറി നെഞ്ചു വിരിച്ച് വെടികൊള്ളുന്നതാണ്. അൻബസ് സെൽവൻ PTD, പബ്ലിക് ടെൻഷൻ ഡിപ്പാർട്ട്മെന്റ്. MHന്റെ ജിംസക്കായി തുടങ്ങി NSS ബ്ലഡ് ഡൊണേഷൻ യൂണിറ്റ് ഏറ്റെടുത്ത് ഇല്ലാത്ത ബ്ലഡ് ഉണ്ടാക്കി തന്നെ കടിക്കാൻ വന്ന കൊതുകിനെ ഊളയാക്കി വിട്ടവനാണ് ഇവൻ. ഒടുവിൽ ഹോസ്റ്റൽ സെക്രട്ടറിയായി വിരമിച്ച ഇവൻ സുധീരമായ പ്രേമത്തിലൂടെ ടീച്ചേഴ്സിന്റെ കണ്ണിലുണ്ണിയായ ഇവൻ ടെസ്റ്റ് ചെയ്യാത്ത ഒരു വണ്ടിയും MHലില്ല. കാര്യം വഷളാവുന്നു എന്ന് കാണുമ്പോൾ പോക്കറ്റിൽ നിന്ന് ശക്തി മരുന്നെടുത്ത് കഴിക്കുകയും സുഹൃത്തുക്കളെ ആപത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുന്ന ഈ നമ്പോലൻ ഇവിടെയൊന്നും ഒതുങ്ങിക്കൂടേണ്ടവനല്ല. ഒതുങ്ങിക്കൂടാൻ അവൻ അതേ സ്ഥലമൊന്നും വേണ്ടടേ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇവന് ശോഭനീയമായൊരു ഭാവിയുണ്ട്. ഈ ധീരപുരുഷന്റെ പേരാണ് അൻവേഷ് മുറ്റോളിൽ. Bob Clearmountain mixed with attitude, funky drums from hell. ഫസ്റ്റ് ഇയറിൽ ഇവനൊരു കലിപ്പ് മച്ചാനായിരുന്നു. ചുമ്മാ കൊണയ്ക്കുക, ആൾക്കാർക്ക് വെറുതെ കൊട്ടേഷൻ കൊടുക്കുക, ഇതെല്ലാം ഇവന്റെ സ്ഥിരം കലാപരിപാടികളായിരുന്നു. പക്ഷെ ആരെയോ ബഗ് ചെയ്തതിന് രജത് അഗർവാൾ അവന് കൊട്ടേഷൻ കൊടുത്തത് ആരും അറിഞ്ഞില്ല എന്ന വിചാരം. കൊച്ചു കള്ള, ഞങ്ങളെല്ലാം അറിഞ്ഞു മോനെ. വെടിവെച്ച് വെറും ഡൂക്കിലിയായിരുന്നവൻ ബ്രൂസിലിയായി മാറി. സെക്കൻഡ് ഇയറിൽ ജൂനിയർ പെൺകുട്ടികളെ വളയ്ക്കാനായി അവൻ ജിമ്മിൽ പോയി. ഒലിപ്പിച്ച് നടന്നത് മാത്രം മിച്ചം. ഒരു പെണ്ണ് പോലും അവനെ തിരിഞ്ഞു നോക്കിയില്ല. ആകെ ഡെസ്പ്. അവൻ പുതിയ വഴികൾ തേടിക്കൊണ്ടേയിരുന്നു. മുടി വളർത്തി, മുടിയിൽ റബ്ബർ ബാൻഡ് ഇട്ടു, കളർ ചെയ്തു, കമ്മലിട്ടു, അങ്ങനെ എന്തെല്ലാം. ഇതിനിടയ്ക്ക് ആരോ പറഞ്ഞു, എറണാകുളത്തെ പെണ്ണുങ്ങൾ വീഴണമെങ്കിൽ ഒരു 150cc ബൈക്കെങ്കിലും വേണം. പിന്നെ വൈകിച്ചില്ല. ഒരു സൈക്കിൾ പോലും ഓടിക്കാൻ അറിയാത്തവൻ വാടകയ്ക്ക് വണ്ടിയെടുത്ത് പഠിച്ച് ഒരു യൂണിക്കോണും സ്വന്തമാക്കി. പെണ്ണുങ്ങളെ കാണുമ്പോൾ അവന്റെ ആക്സിലറേറ്റർ മരണക്കിണറിലേതുപോലെ കൂടും.
ആണും പെണ്ണും ഒന്നും വീഴില്ലെന്ന് മാത്രമല്ല കന്നിമാസക്കാലത്ത് ഒരു പട്ടിയെ അവൻ വീഴ്ത്തുകയും ചെയ്തു.